അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമലി ചെയ്യുന്ന സേമിയ പായസത്തിൽ നിന്ന് കുറച്ചൊരു ചേഞ്ചസ് വരുത്തി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. പായസം ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു ക്യാരറ്റ് ഫുൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഒരു പാന് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെക്കാം. എന്നിട്ട് ഇനി അതിലോട്ട് പശു നെയ്യാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മാറ്റം ചെയ്യാം കേട്ടോ. പായസത്തിലോട്ട് എപ്പോഴും നമ്മൾ കൗസ് ഗീ ആണ് നല്ലത്, അതായത് പശു നെയ്യാണ് നമുക്ക് എപ്പോഴും ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറുത്തിട്ട് നമുക്കതൊന്ന് കോരിയെടുത്ത് വെക്കാം. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം വരുന്ന റവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് അല്ലാത്ത റവയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈം എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ ഗീയും അതിലൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇതൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പോളം വരുന്ന വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പായസത്തിന് ടേസ്റ്റ് അതാണ് കേട്ടോ. എനിക്ക് മറ്റേ കട്ടിയുള്ളതിനേക്കാളും ഇഷ്ടം ഇത്തിരി തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ മിക്സിലോട്ട് 1 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കുക. പാലിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് 1 ലിറ്ററിന് പകരം 1/2 ലിറ്റർ പാല്, അതേപോലെ 1/2 ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിൽ നമുക്ക് ആഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ച ക്യാരറ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും മറക്കാണ്ട് ഷെയർ ചെയ്യണം. ഇനി ഈ പായസം ഒന്ന് കുറുകി വന്നാൽ നമുക്കതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതിലൊരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഫൈനലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക,
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.